Hi students, welcome to our next class. In this class, we can calculate labor cost. Labor cost is the cost incurred for labor, maintaining labor. Laborനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ പറയാ labor cost. Apart from basic wages, there are a number of costs are associated with labor. They are overtime, leave salary, etc. And also some of the deductions are also incurred for labor cost. They are employees provident fund, ESI, etc. സോ ഒരു എംപ്ലോയീനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ലേബർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചില കോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ആ കോസ്റ്റുകളെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ബേസിക് സാലറി ഉണ്ട്, അതിന് പുറമെ ഓവർ ടൈം വേജസ് ഉണ്ട്, ലീവ് വേജസ് ഉണ്ട്, അതുകൂടാതെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതുപോലെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, ഇങ്ങനെ ഒരുപാട് ഡിഡക്ഷൻസും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് പേറോൾ ഓർ വേജ് ഷീറ്റ്. Payroll or wage sheet. Payroll or wage sheet is a consolidated statement of all wages of workers. വർക്കേഴ്സിന്റെ വേജസുമായി ബന്ധപ്പെട്ട ഒരു കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ് പേറോൾ. പേറോൾ ഓൾസോ നോൺ ആസ് വേജ് ഷീറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ wage details of all employees. What are the gross wages available to the workers? And the deduction from gross wages and the net wages are available to the workers. എത്രയാണ് അവരുടെ ഗ്രോസ് വേജസ്, അതിൽ നിന്ന് എത്രമാത്രം ഡിഡക്ഷൻസ് ഉണ്ട്, ബാക്കി എത്ര നെറ്റ് വേജസ് അവർക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് we can calculate labor cost. Basic salary 2000 per month, leave salary 5%, employees contribution to provident fund 8%, employers contribution to ESI 2.5%, pro rata expenditure on labor amenities 179.50 per month, working hours in a month 200. Calculate labor cost per day of 8 hours. Labor cost per day കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Labor cost per day 8 hours ആണ് ഒരു ദിവസത്തിലുള്ള ലേബർ അവേഴ്സ്. ഡീറ്റെയിൽസ് ആ ബേസിക് സാലറി തന്നിട്ടുണ്ട്, ലീവ് സാലറി തന്നിട്ടുണ്ട്, PF തന്നിട്ടുണ്ട്, ESI തന്നിട്ടുണ്ട്, ലേബർ അമ്യൂണിറ്റീസിന്റെ പ്രോറേറ്റ എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു ഓൺ ദ ബേസിക് സാലറി. Basic salary. Basic salary amounts to rupees 2000. Then next, leave salary. Leave salary is 5% on, leave salary 5% on basic salary, that is 2000 into 5%. That is 100. 2000 into 5%, 100. The next one is employers contribution to PF. PF ലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ്. Then employers contribution to PF. Employers contribution to PF 8% of basic salary and leave salary. അതിന്റെ 8%. Basic salary and leave salary add ചെയ്യുമ്പോൾ നമുക്ക് 2100. 2100 into 8%. 2100 into 8%. That is 168. 168. Next one, employees contribution to ESI. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ഇൻഷുറൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 2.5% ആണ്. ദെൻ നമ്മൾ കാണുമ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ESI, ലീവ് സാലറിയും ബേസിക് സാലറിയും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് 2100ന്റെ 2.5% ആണ്, 2.5% ആണ്. സോ എമൗണ്ട് വിൽ ബി 52.50. Then the next one is pro rata labor amenities.
expenditure on labor amenities. Laborsന്റെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി വരുന്ന prorata expenditure ആണ് rupees 179.50. 179.50. So we can add all the expenditure incurred in connection with labor. We will get labor cost. So ഈ ലേബറുമായി ബന്ധപ്പെട്ട all expenses add ചെയ്താലേ നമുക്ക് labor cost കിട്ടും. Total amount നമുക്ക് കിട്ടും. So amount is equal to 2,500. Total is equal to 2,500. Total is equal to 2,500. Then we can calculate labor cost per day. Labor cost per day of 8 hours ആണ് നമുക്ക് കാണുന്നത്. Then next one. Then total labor cost is equal to per month ഉള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Labor cost per month ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So total labor cost is equal to 2,500. Labor cost working hours in a month നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മാസത്തിലെ വർക്കിംഗ് hours 200 ആണ്. ഒരു മാസത്തെ നമ്മുടെ ടോട്ടൽ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ഒരു മാസത്തെ വർക്കിംഗ് അവേഴ്സ് ഇൻറ്റു ഒരു ദിവസത്തിലുള്ള 8 hours. ഒരു ദിവസത്തിലെ 8 hours. So we will get 100. Labor cost per day is equal to the next problem. Calculate labor cost. Wages for normal time work. Wages for normal time work 31,000. Wages for overtime 2,000. Leave wages 2,500. Deduction of employees share to ESI. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ടീസ് ചെയ്യണം. എംപ്ലോയേഴ്സ് ഷെയർ അല്ല, എംപ്ലോയീസ് ഷെയർ. എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ESI. ആ ഷെയർ ആണ് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. 750. Employees contribution to PF 1,500. House rent to be recovered from 20 employees at the rate of 500 per month. Calculate labor cost. So, നമുക്ക് calculate ചെയ്യാം labor cost. First we have to write the wages for normal time work. Wages for normal time work. 31,000. Second one, wages for overtime. Wages for overtime. Wages for overtime 2,000. Then leave wages. Leave wages 2,500. 2,500. Then we can total the expenditure incurred for labor on the part of employers. Employersന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടി വരുന്ന പേയ്മെന്റുകളാണ്. Now we can total all the 3 expenses incurred by the employer. So 35,500. Employer has to incur 35,500 for the labor remuneration. Then total wages. We can write it as total wages. Total wages. Then in this problem, a lot of deductions from the total wages. Employee ഭാഗത്തു നിന്ന് കിട്ടാനുള്ള എക്സ്പെൻസസിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. So total wages ൽ നിന്ന് ഇത്തരം എക്സ്പെൻസസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. So less deductions. First one, employees share to ESI. Employees contribution to ESI. Employees contribution to ESI. Employees contribution to ESI 750. Then employees contribution to PF. Employees contribution to PF 1,500. Then house rent to be recovered by the employees. 20 workers in the house rent 500 വെച്ചിട്ട് കിട്ടാനുണ്ട്. So house rent from workers. 20 workers are there. 20 into 500. 20 into 500 per month. So we will get
10,000 as house rent items. 10,000 as house rent items. Now we can total them 750, 1,500 and 10,000. That is 12,250. 12,250. Total wages is equal to 35,500. അതിൽ നിന്ന് deductions 3 നമ്മൾ minus ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 23,250. This is the labor cost incurred. Labor cost is equal to 23,250.